കുട്ടികൾ അവരുടെ കളിപ്പാട്ടങ്ങൾ വരിവരിയായി നിരത്തി വെക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. 2 മുതൽ 4 വയസ്സ് വരെ ഇതൊരു സാധാരണ വളർച്ചാഘട്ടമാണ്. പക്ഷേ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സൈൻ ആകാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കിഡ്സ് വേയിൽ നിന്ന് അനുവാണേ. പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. ലൈനപ്പ് ബിഹേവിയർ എന്നത് വസ്തുക്കൾ ക്രമമായി ഒരേ വരിയിൽ അടുക്കി വെക്കുന്ന രീതിയാണ്. അവയുപയോഗിച്ച് കളിക്കുന്നതിന് പകരം കുട്ടി അത് ക്രമപ്പെടുത്തി വെക്കുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. പല ലക്ഷണങ്ങളിലൂടെ ഈ ലൈനപ്പ് ബിഹേവിയർ നമുക്ക് നോട്ടീസ് ചെയ്യാനായി സാധിക്കും. ടോയ്സ് ക്രമമായി അടുക്കി വെക്കുക, കളർ പെൻസിലുകൾ ക്രമമായി അടുക്കി വെക്കുക, ഉടുപ്പ് ചുരുട്ടുക തുടങ്ങിയവ ഇതിൽ നോട്ടീസ് ചെയ്യാവുന്നതാണ്. ലൈനപ്പ് ചെയ്യുന്ന സമയം അത് ചെയ്യണ്ട എന്ന് പറയുകയോ അത് തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ കുട്ടി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതായി കാണാം. ഇത് നോർമലാണോ എന്നത് പലരുടെയും സംശയമാണ്. ചെറിയ കുട്ടികളിൽ ഇത് വളർച്ചയുടെ ഭാഗമാകാം. എന്നാൽ ഓട്ടിസമുള്ള കുട്ടികളിൽ ഇതൊരു റെപ്പറ്റേറ്റീവ് ബിഹേവിയർ ആയിരിക്കും. കുട്ടി മറ്റാരുമായി ഇടപഴകാതെ ഇതിൽ മാത്രം ഒഴുകിയിരിക്കുമ്പോഴോ, ഐ കോണ്ടാക്ട് തരാതിരിക്കുകയോ, പ്രിറ്റൻഡ് പ്ലേ കുറവാണ് എങ്കിലോ, റൊട്ടീൻ മാറുമ്പോൾ ദേഷ്യം വരുമ്പോഴോ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വൈകാതെ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക.